എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനി എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ഭയമാണ്. ശനി ബാധിച്ചു എന്ന് പറയുന്നത് തന്നെ ദോഷം വന്നു എന്ന് പറയുന്നതിന് തുല്യമാണ്. എന്നാൽ ഇതിൽ 7.5 ശനി ആണെങ്കിൽ അത് പറയുകയേ വേണ്ട എന്ന അവസ്ഥയാണ്. കാരണം ഒരാളിൻ്റെ ആയുർദൈർഘ്യം അനുസരിച്ച് 2 അല്ലെങ്കിൽ 3 തവണയാണ് ജീവിതത്തിൽ 7.5 ശനി ഉണ്ടാകുന്നത്. 30 വർഷത്തിൽ 1 തവണ എന്ന കണക്കിലാണ് 7.5 ശനി ബാധിക്കുന്നത്. 7.5 ശനിക്ക് പൊതുവായിട്ട് ചില ഫലങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായവ ജോലിയൊക്കെ നഷ്ടപ്പെടുക, നീചപ്രവർത്തികളൊക്കെ ജീവിതത്തിൽ ആ സമയത്ത് ചെയ്യേണ്ടി വരിക, ധനനഷ്ടം ഉണ്ടാകുക, എന്തെങ്കിലും അപകടമൊക്കെ സംഭവിക്കുക, എന്ത് കാര്യത്തിലും ഒരു അലസത ഉണ്ടാകുക, കാര്യങ്ങളൊന്നും സമയാസമയങ്ങളിൽ ചെയ്യാൻ തോന്നാതിരിക്കുക, അപമാനമുണ്ടാകുക, എന്ത് കാര്യത്തിനും തടസ്സമുണ്ടാകുക, മറ്റുള്ളവരെയൊക്കെ പിരിഞ്ഞിരിക്കേണ്ടി വരിക, നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സ്ഥാനമൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ, വെറുതെ ആണെങ്കിലും മുൻകോപമൊക്കെ ഉണ്ടാകുക, ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് ജോലി ലഭിക്കാനൊക്കെ വളരെയധികം തടസ്സങ്ങളുണ്ടാകുക, അതുപോലെ താമസിക്കുന്ന വീടിന് എന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിക്കുക, എന്തെങ്കിലും രീതിയിലുള്ള തടവ് ഒക്കെ അനുഭവിക്കുക എന്ന് പല വിധത്തിലുള്ള ദോഷഫലങ്ങൾ 7.5 ശനിയുടെ ഭാഗമായിട്ടൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ശനിഗ്രഹം ഒരു രാശിയെ ക്രോസ് ചെയ്യുന്നതിന് 2.5 വർഷത്തോളം എടുക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ 12-ാം ഭാവം, 1-ാം ഭാവം, 2-ാം ഭാവം എന്നീ സ്ഥാനങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന കാലയളവിനെയാണ് 7.5 ശനി എന്ന് പറയുന്നത്. പല വിധത്തിലാണ് ഈ 7.5 ശനി ദോഷം നൽകുന്നത്. എന്നാൽ ചില അവസരങ്ങളിൽ ദോഷത്തോടൊപ്പം തന്നെ ഗുണവും ശനി നൽകുന്നതാണ്. ആദ്യത്തെ 7.5 ശനി മാതാപിതാക്കൾക്കാണ് ദോഷം വരുത്തുന്നത്. എന്നാൽ രണ്ടാമത്തെ 7.5 ശനി ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട നല്ല മാറ്റങ്ങൾ വരുത്തുന്നതാണ്. മൂന്നാമത്തിൽ ഫലത്തിൽ വരുന്ന 7.5 ശനിയാണ് ജാതകന് മോക്ഷം നൽകുന്നത്. 7.5 ശനിയും ശനിദശയും രണ്ടും 2ആണ്. 7.5 ശനി 7.5 വർഷക്കാലമാണ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് എപ്പോഴും ശനിയാണോ എന്ന്. കാരണം ആയുർദൈർഘ്യമൊക്കെ അനുസരിച്ച് ആളുകളിൽ 2 or 3 തവണയൊക്കെ 7.5 ശനി കടന്നു വരാം. എന്നാൽ 7.5 ശനിയുടെ ഫലങ്ങൾ അല്പം വ്യത്യസ്തമാണ്. ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു വേണം ഇത്തരം അവസ്ഥകളിലൊക്കെ പ്രതിരോധം തീർക്കുന്നതിനും പരിഹാരമൊക്കെ ചെയ്യുന്നതിനും. ഒരാളുടെ ജീവിതത്തിൽ 7.5 ശനിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് കാര്യങ്ങൾക്കും തടസ്സം അനുഭവപ്പെടുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതുകൂടാതെ വെറുതെ എന്ത് കാര്യത്തിനാണെങ്കിലും വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരിക, ജീവിതത്തിൽ ദാരിദ്ര്യമൊക്കെ അനുഭവിക്കേണ്ടി വരിക, അകാരണമായിട്ട് പല കാര്യങ്ങളിലും ധനനഷ്ടം സംഭവിക്കുക, അതുപോലെ നിഗൂഢമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടേണ്ടി വരിക, ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള വിജയവും ഉണ്ടാകാതിരിക്കുക, അനാവശ്യമായിട്ട് കുറ്റമൊക്കെ ഏറ്റെടുക്കേണ്ടി വരിക, അപമാനിക്കപ്പെടുക, ദാരിദ്ര്യം അടിക്കടി കൂടിക്കൂടി വരിക എന്നിവയെല്ലാം 7.5 ശനിയുടെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരിത ഫലങ്ങളാണ്. ഇനി 7.5 ശനിക്ക് എങ്ങനെയാണ് പരിഹാരം കാണേണ്ടത് എന്ന് നോക്കാം. ശനി അഷ്ടോത്തരം ജപിക്കുക നല്ലൊരു പരിഹാരമാർഗമാണ്. അതുപോലെ ശബരിമല ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ ശബരിമല ദർശനം നടത്തുന്നതും 7.5 ശനിയുടെ കാഠിന്യം കുറയ്ക്കുന്നതാണ്. ഇതുകൂടാതെ ശാസ്താവിനെ ഭജിക്കുന്നത്, സ്ഥിരമായി ശാസ്താവിനെ ഭജിക്കുക, അതുപോലെ ശാസ്താവിന് നീരാഞ്ജനം വഴിപാട്, എള്ളുപായസം വഴിപാട് എന്നിവയൊക്കെ കഴിക്കുന്നത് നന്നാണ്. അതുപോലെ നീല ശംഖുപുഷ്പത്തിൻ്റെ മാല ശാസ്താവിന് സമർപ്പിക്കുന്നത് ഗുണം ചെയ്യും 7.5 ശനിക്ക്. ഇതുകൂടാതെ കടുത്ത ശനിദോഷമൊക്കെ കൊണ്ട് ദോഷമൊക്കെ അനുഭവിക്കുന്നവർക്ക് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ കുളിച്ച് ഭഗവാനെ തൊഴുന്നത് ശനിദോഷത്തിന് നല്ലൊരു പരിഹാര മാർഗമാണ്. ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ ഇരുമ്പ് വിളക്കിൽ എള്ളെണ്ണ ഒഴിച്ച് ദീപമൊക്കെ തെളിയിക്കുന്നത്
ശനിദോഷം മാറുന്നതിന് സഹായിക്കുന്നതാണ്. ഭഗവാന് നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് ശനിയുടെ കാഠിന്യം കുറയ്ക്കുന്നു. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും അരയാലിന് ചുറ്റും 7 വട്ടം പ്രദക്ഷിണം നടത്തുന്നതും ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഇതുകൂടാതെ ശനിദേവൻ്റെ വാഹനമായ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ശനിദോഷ പരിഹാരത്തിന് ഉത്തമമാണ്. ശനീശ്വര മന്ത്രമൊക്കെ ജപിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. എള്ളുതിരിയൊക്കെ കത്തിക്കുന്നത് ശനിദോഷ ശാന്തിക്ക് നല്ലതാണ്. നീരാഞ്ജനമൊക്കെ വീട്ടിൽ കത്തിക്കുന്നതിനേക്കാൾ ക്ഷേത്രത്തിൽ കത്തിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതുതന്നെയൊക്കെയാണ് ശനിദോഷ പരിഹാരത്തിന് സഹായിക്കുന്നതും. 7ര ശനിയാണെങ്കിൽ പോലും ഈ പ്രശ്നത്തിനും കഷ്ടപ്പാടിനുമൊക്കെ പരിഹാരം കാണുന്നത് ശനീശ്വര മന്ത്രത്തിലൂടെയൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്നതാണ്. ശനിദേവനെയൊക്കെ പ്രാർത്ഥിച്ചാൽ അഭീഷ്ടവരദായകനാണ് ശനിദേവൻ എന്നതിൽ യാതൊരു സംശയവും വേണ്ട. 7ര ശനിയുടെ ചില ഫലങ്ങളെയൊക്കെ മറികടക്കാൻ ഉത്തമമായ ഭക്തിയിലൂടെയൊക്കെ സാധിക്കുന്നതാണ്. ശനിയുടെ ഫലങ്ങളെയൊക്കെ മറികടക്കുന്നതിന് എന്തൊക്കെ ചെയ്യാമെന്ന് കൂടി നോക്കാം. ഹനുമാൻ ചാലിസയൊക്കെ ജപിക്കുന്നത് ശനിദോഷ പരിഹാരത്തിന് നല്ലതാണ്. ഹനുമാനെ പ്രസാദിപ്പിച്ചോ അല്ലെങ്കിൽ ഹനുമാനോടൊക്കെ പ്രാർത്ഥിച്ചോ ഒക്കെ 7ര ശനിയുടെ ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ ഭഗവാന് പ്രസാദമൊക്കെ അർപ്പിച്ച് ഹനുമാൻ ചാലിസ ചൊല്ലുക. ഇത് ജീവിതത്തിലെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഹനുമാൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ശനിയാഴ്ചകളിൽ അർഹിക്കുന്നവർക്ക് വസ്ത്രമൊക്കെ ദാനം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ കടുകെണ്ണയൊക്കെ ദാനം ചെയ്യുന്നത് 7ര ശനിയുടെ ദോഷഫലങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിനുള്ള മാർഗമാണ്. എല്ലാ ശനിയാഴ്ചയും ഇത് ചെയ്യുക. കാരണം കൂടുതൽ ദാനമൊക്കെ ചെയ്യുന്നത് നല്ല കർമ്മത്തിനൊക്കെ തുല്യമാണ്. എന്നിരുന്നാലും ഇതിൻ്റെയൊക്കെ ഫലം ലഭിക്കാനായിട്ട് സമയമെടുക്കും. ശനിയാണ്, പക്ഷേ ഒരു നല്ല തുടക്കമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ദരിദ്രർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതും ശനിയാഴ്ച ദിവസം ഭക്ഷണം കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ 7ര ശനി ദോഷം ഇല്ലാതാകും എന്നാണ് വിശ്വസിക്കുന്നത്. 7ര ശനി ഉള്ളവരെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് 7ര ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.